ഒരു പാത്രത്തിലേക്കില്ലേ ഒരു 7 ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒന്ന് പൊതിരുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ടില്ലേ നന്നായി പിഴിഞ്ഞു കൊടുക്കാം. കൈ കൊണ്ട് നന്നായി ടച്ച് ചെയ്ത് കൊടുത്തിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി. ഇതുപോലെ അതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡും ചെയ്തെടുക്കണം. ഇനി ഈ പിഴിഞ്ഞെടുത്ത ബ്രെഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡെല്ലാം കൂടിയിട്ടില്ലേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കട്ടാക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ടായി കിട്ടും. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. നല്ലൊരു സ്നാക്സാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 പീസ് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചിക്കൻ എടുക്കണം. അത് നന്നായി ക്രഷാക്കിയിട്ട് കൊണ്ടുവരണം. മിക്സിയിലിട്ടിട്ട് ക്രഷാക്കണം. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്രഷാക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല പൊടിഞ്ഞ് കിട്ടണം. അത് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്. 3 വലിയ പീസ് എല്ലില്ലാത്ത ചിക്കൻ്റെ കണക്കാണിത്. 2-3 പച്ചമുളക് എല്ലാം ചെറിയ ചെറിയ പീസായിരിക്കണേ. ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയത്. ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചെറിയ പീസാക്കിയത്. കുറച്ച് പുതിന ഇല അല്ലെങ്കിൽ മല്ലിയില അതും ചെറിയ പീസാക്കിയിട്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആകണം. എല്ലാം കൂടി നന്നായി യോജിക്കണം. നന്നായി കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാലില്ലേ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കണ്ട. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലും വേണ്ട. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് ഈ ചുണ്ടൻ വിരലില്ലേ അതുകൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഏത് ഷേപ്പിലും ആക്കി കൊടുക്കാം. ഇതാണ് നല്ലത്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. ചെറിയൊരു പീസ് എടുത്തിട്ട് കൈ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആയി വന്നാൽ നമുക്ക് എടുത്ത് മാറ്റാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ട് വരണം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. ഇതേപോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണം. ചിക്കൻ കൂട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടണം. മൊത്തത്തിൽ അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചെറിയ പിള്ളേർക്ക് ടൊമാറ്റോ കെച്ചപ്പ് കൊടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നോമ്പ് മുറിക്കുന്ന ടൈമിന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ചൂടോടുകൂടി കഴിക്കാനും എല്ലാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസാല വഴറ്റണ്ട, മാവ് കുഴക്കണ്ട, പരത്തണ്ട. അല്ലാതെ തന്നെ നല്ലൊരു ഈസി സ്നാക്സാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അസ്സലാമു അലൈക്കും.